ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്തിയല്ലോ രണ്ടുപേരും. ചേച്ചി കണ്ടാ? നേരത്തെ സഹദേവൻ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഫോൺ വന്നെന്നും പറഞ്ഞു പോയതാ. അമ്മേ, അത് പൂർണ്ണിമ ചേച്ചി പറഞ്ഞല്ലോ. അമ്മയ്ക്ക് ഇതെന്താ? ഇതൊരു ഹോസ്പിറ്റലാ. നീ വന്നേ, വാ. ഇവന്റെ കാര്യം പിന്നെ പൂർണിമ പറഞ്ഞൊന്നും ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. കിരൺ കരയാണോ? ഏയ്, ഓരോന്നോർത്തപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. കിരണിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷെ കിരൺ ഇവിടെ നിന്നിങ്ങനെ കരയുന്നത് ആരെങ്കിലും കണ്ടാ അത് വലിയ പ്രശ്നമാവും. ഞാൻ കാരണമല്ലേ ദുർഗ ഇതൊക്കെ? അതിന് കിരൺ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയല്ല ദുർഗെ, ഒന്നിന്റെ പേരിലും അദ്ദേഹത്തിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛനില്ലാതെ ഞാൻ വളർന്നത്. അതിന്റെ പേരിൽ ഞാനും അമ്മയും ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അച്ഛനെ പറ്റി മോശമായൊരു വാക്ക് പോലും എന്റെ അമ്മ പറഞ്ഞിട്ടില്ല. അച്ഛൻ ആരാണെന്ന് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നല്ലൊരു മനുഷ്യനാണ് എന്റെ അച്ഛനെന്നും എന്നെങ്കിലും നീ നിന്റെ അച്ഛനെ തിരിച്ചറിയും, അന്ന് അദ്ദേഹത്തെ വേദനിപ്പിക്കരുതെന്നുവാ എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ എന്താ ചെയ്തത്? നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ കിരൺ ഇതൊക്കെ ചെയ്തത്. ഇത് അമ്മയ്ക്ക് മനസ്സിലാകും. ഇല്ല ദുർഗെ, എന്തിന്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തെ ഈ ആശുപത്രി കിടക്കവരെ എത്തിച്ചത് ഞാനാ. അതിന് അമ്മ എന്നോട് പൊറുക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ ശാപം എനിക്കല്ലേ കിട്ടൂ? ഞാനല്ലേ കിരണൻ ഇതിനെ നിർബന്ധിച്ചത്. നമ്മൾ ഈ ചെയ്യുന്നതൊന്നും നമുക്ക് വേണ്ടിയല്ല, ഈ നാടിന്റെ തന്നെ സുരക്ഷയ്ക്ക്. മേനോൻ എന്ന കൊടും കുറ്റവാളിയിലേക്ക് എത്താൻ നമ്മുടെ മുന്നിലുള്ള പിടിവള്ളി മാത്രമാണ്. അങ്ങനെ ആശ്വസിക്ക്, വിഷമിക്കാതെ കിരൺ. മുഖമൊക്കെ കഴുകി പോയി ഫ്രഷ് ആയിട്ട് ചെല്ല്. ശരി. ജോർജ് സാറ് പറഞ്ഞതുപോലെ ഇനി എങ്ങനെയാ വീട്ടിൽ കയറും? കിരണിന്റെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ അത് പറയും? ഹായ് ബേബി. ഹായ് ബേബി. എന്തെത്ര ലേറ്റ് ആയി? ഓ, ബിസി ആയിരുന്നു ബാബ്. ഞങ്ങൾ ബിസിനസ്സുകാരുടെ തിരക്ക് ബേബിക്ക് അറിയില്ലേ? എപ്പോഴും മീറ്റിംഗ്സ്, ട്രാവലിംഗ്, ഫോൺ കോൾസ്, ഇന്റർനാഷണൽ ട്രിപ്സ്, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. ഫുൾ ടൈം ബിസി. ഇങ്ങനെ തിരക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് വീട്ടിൽ കല്യാണാലോചനകൾ തുടങ്ങി. വാട്ട്? അപ്പൊ താൻ എന്നെ തേക്കോ? അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ഇത് വന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഓക്കെ ഓക്കെ, ഒരു നിമിഷം എന്റെ ഹാർട്ട് അങ്ങ് നിന്നുപോയി. എന്റെ വീട്ടിൽ വന്ന് നമ്മുടെ കല്യാണക്കാരെ സംസാരിച്ചാൽ എന്താ? ഒന്നും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. കല്യാണം? അതെ, അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഡാഡി മമ്മി യൂറോപ്യൻ ട്രിപ്പിലാ. അവര് വരുമ്പോ ഞാൻ പറയാം. നീ എന്റെ ചുന്ദരി കുട്ടിയല്ലേ? ഫണ്ടിന് വേണ്ടിട്ട് ഫ്രണ്ട് വിളിക്കുക. ഒരു മിനിറ്റ്. ഹാലാ, നാളെ അല്ലേ? ഞാൻ ഡീൽ ചെയ്യാം. കെ ആണോ സി ആണോ? ഓക്കെ ഡൺ. പാവം സിലി ഫ്രണ്ട്സ്. 1-2 കോടികൾ അത്യാവശ്യം വന്നാൽ കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഗാങ്ങിലെ കോടീശ്വരണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. മുഖസ്തുതി പറയല്ല കേട്ടോ, അഹങ്കാരം കൊണ്ടും അല്ല.
വാ വാ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം വാ അമ്മേ നിനക്ക് ഞാൻ ഇന്നെല്ലാം വാങ്ങിച്ചു തരും വാ കേറ്. Yes. ആഹാ എത്തിയല്ലോ രണ്ടുപേരും. ചേച്ചി കണ്ടാ? നേരത്തെ സഹദേവൻ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഫോൺ വന്നെന്നും പറഞ്ഞു പോയതാ. അമ്മേ ആ അത് പൂർണ്ണിമ ചേച്ചി പറഞ്ഞല്ലോ. അമ്മയ്ക്ക് ഇതെന്താ? ഇതൊരു ഹോസ്പിറ്റലാ. നീ വന്നേ വാ. ഇവന്റെ കാര്യം. പിന്നെ പൂർണിമ പറഞ്ഞൊന്നും ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. എന്ന് നിങ്ങളുടെ എല്ലാവരും കൂടെ ഒന്ന് വഴക്കിട്ട് ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി ഇവിടെ പോകണം. കാര്യം പറയട്ടെ. നിങ്ങൾ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. ചേച്ചി അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ആന്റി പറഞ്ഞതുപോലെ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. ശരി ചേച്ചി, ഞങ്ങൾ വിളിച്ചോളാം. ശരി, നിങ്ങൾ പൊക്കോ, ഞാൻ അവിടെ നിന്നോളാം. ഞാനും നിക്കാം. എന്തിനാ അമ്മ വെറുതെ നിൽക്കുന്നത്? രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാ ഇവിടെ ഒരാളും മതി. വെറുതെ ഉറങ്ങാതിരുന്ന അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അതാണല്ല. ശരി ചേച്ചി. ചേച്ചി അമ്മയുടെയും ചെറിയച്ഛൻ്റെ കൂടെയും ചേച്ചിയും പൊയ്ക്കോളൂ. ഞാനിവിടെ നിക്കാം പൃഥ്വി. ധുനിമോള് ചേച്ചിയെ കാണാതെ വിഷമിക്കും. അത് ശരിയാ. പൂർണിമയെ കണ്ടില്ലെങ്കിൽ അവള് കിടന്ന് വഴക്കുണ്ടാക്കും. എന്നാ ശരി, ഞാനും വരാം. എന്തേലും ആവശ്യം വന്നാ വിളിച്ചാൽ ഞാൻ മതി. വിളിച്ചോളാം. വാ. സഹദേവൻ ഞാൻ നിക്കാവുന്നൊന്ന് പറഞ്ഞേക്കാവോ? അമ്മ പൊയ്ക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ. അമ്മ പൊയ്ക്കോളൂ. അതാ, ആ, വാ, ചെറിയമ്മ. ചേച്ചി വാ. അവ ഇവിടെ ഉണ്ടല്ലോ. വാ. ശരിടാ. ശരി. നാത്തൂനെ, വാക്കിന് വിലയുള്ള സത്യസന്ധത തിരിച്ചു വന്നിട്ടുണ്ട്. നിന്നോട് അഷിതയുടെ വീട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞല്ലേടി? പിന്നെ നീ എന്തിനാ വീണ്ടും അങ്ങോട്ട് പോയത്? പൂർണ്ണിമേച്ചി പറഞ്ഞിട്ടാ ഞങ്ങൾ പോയത്. നിന്നോട് ആരെങ്കിലും അത് ചോദിച്ചോ? നീ അകത്തേക്ക് പോ.